30. ദൈവം എത്ര നാളെ ഞാൻ കണ്ടിട്ട്. വാടി പറയടി വിളാച്ചിൽ എന്തൊക്കെയുണ്ട് വിശേഷം? എത്ര നാളായി നിന്നെ കണ്ടിട്ട് എന്റെ ഈശ്വരാ. ഞാന് ദേവി എങ്ങനെയാണ് ഞാനിവിടെ താമസിക്കുന്നത്? ഞാന് ഞങ്ങളവിടെ നിന്ന് വീട് വിട്ടിട്ട് ഇവിടെ അടുത്തടി വന്ന് താമസിക്കുന്നേ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ബസ് കയറാൻ വന്നപ്പോഴേ ബേബിനാടുമ്പോ ബേബി പറയേ നീ ഇവിടെ താമസിക്കുന്നു. അവൻ ചോദിച്ചു എവിടെയാണ്. അപ്പൊ അവള് പറഞ്ഞു ഇവിടെയാണ്. അപ്പൊ ഞാൻ വരുമ്പോഴേക്കുന്ന കയറാന്ന് വെച്ച് നിന്നെ കാണാന്ന് വെച്ചു. നീ എന്തടി നിന്റെ മോന്റെ കല്യാണമായിട്ട് ഞങ്ങളെയൊന്നും വിളിച്ചിട്ടില്ല, എന്ത് പറ്റി? അതന്നെ കൊറോണ അല്ലടി ആയിരുന്നേ. അപ്പൊ ആരും വിളിക്കാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളെയൊക്കെ വിളിക്കണമെന്ന് വെച്ചാ അന്ന് പിന്നെ കൊറോണ അല്ല. ശരിയടില്ല. പിന്നെ എങ്ങനെയുണ്ടീ മരുമോള് കുട്ടി? ഇവിടെ ഒതുങ്ങി നിൽക്കുവോ? ആ കാര്യൊന്നും പറയണ്ട മരുമോള്. നമ്മളെന്താ വിചാരിച്ചേ, നമ്മള് കുറച്ചില്ലാത്തോടത്തുനിന്നൊക്കെ കുറച്ചൊരു പാവപ്പെട്ട വീട്ടിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിധിയിൽ നിൽക്കുന്ന നമ്മളെ ഞാൻ വിചാരിച്ചത്. അതെന്ത് പറ്റിയത്? അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായേ? എന്ത് പറ്റീന്നോ? ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? എന്റെ ഇവിടെ കല്യാണം കഴിഞ്ഞതിന് മുന്നേ നിനക്ക് കേക്കണ അമ്മേ 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 എന്ന് വിളിച്ചെന്ന് പറഞ്ഞ ചെക്കന. കുളിക്കാൻ പോകുമ്പോ തോർത്തടക്കം എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് കൊടുക്കണം. ചോറ് ഞാൻ വിളമ്പി കൊടുക്കണം. പോകുമ്പോ അമ്മേ ഞാൻ പോയിട്ട് വരാന്ന് ചെക്കൻ എന്നോട് പറയണതാ. ഇവിടെ ഈ നാടകങ്ങൾ വന്നേ പിന്നെ നീ എന്നിട്ടാ പറയണു ചെക്കൻ അവള് മതി. എന്തിട്ട് കൂടുതലാണ് കൈവശാണ് കൊടുത്തെന്ന് ആരോട് ചോദിക്കണേ? അതിപ്പോ അങ്ങനെയല്ലടിയേ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എപ്പോഴും പിന്നെ നിന്റെ പിന്നാലെ കൂടി നടക്കുവോ? അതൊക്കെ ശരി തന്നെയാടി. കല്യാണം കഴിയുമ്പോ കുറച്ചൊക്കെ ഉണ്ട്. അത് വിചാരിച്ചിട്ട് അമ്മേനെ കളഞ്ഞിരണം. എടി നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് നമ്മളെ ഒരു വീട്ടിൽ ചെന്ന് കയറി പെണ്ണുങ്ങൾ തന്നെയല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന. ഇത് നീ എന്തിട്ട് പറഞ്ഞ ഏത് നേരം അവളെ പറോ 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 ഇതെന്തണ്ടി വിളയത് ലോകത്തില്ലാത്തൊരു ഇത് അവന്. അതിനിപ്പോ ഇത്ര പറയാൻ മാത്രം ഇപ്പൊ എന്തിട്ടുണ്ടായി ഇവിടെ? ആ കുട്ടി എന്ത് ചെയ്തു നീ പറയുന്നേ? അതാ എന്തൊക്കെ ചെയ്തേന്നാ എന്റെ മോളെ. ചെക്കനെ ശമ്പളം കിട്ടുന്ന ദിവസങ്ങളില് പൈസ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്ന ചെക്കനാ അറിയാം നിനക്ക്. ഇപ്പൊ ഇവള് വന്നേ പിന്നെ ഇവളുടെ കയ്യിലൊക്കെ കൊണ്ടുവരും. ഞാൻ അറിയണം കൂടി എത്ര ശമ്പളം കിട്ടുന്നത്. ശമ്പളം കൂടെ കൊണ്ടുവരും. ഇവളതിൽ അങ്ങോട്ട് കൊടുക്ക, അങ്ങോട്ട് അണിഞ്ഞു വരുന്ന പോവുക. എന്നിട്ട് എന്തൊക്കെയാണ് അവ കുറെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ തിന്നെ വരിക. ഇത് ഇവിടെ കൊണ്ടുവന്നു കുറേക്കാർ നമുക്ക് തിന്നിച്ചില്ലല്ലോ. നമുക്ക് ഈ കഞ്ഞിമയം കഴിച്ച ചെയ്തോളൂ. നമുക്ക് ഈ ആ എര പോലെ ഇരിക്കുന്ന സാധനം ഇടി ഇന്ദിരാ മണിയര പോലത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരാ. നമ്മള് തിന്നില്ല നമുക്കറിയേ. അപ്പൊ അത് ആൾക്കാരെ വേണ്ടി വിങ്ങല്ലോ. എന്റെ പിള്ളേ നമ്മള് പണ്ട് പയറും കഞ്ഞിയും കുടിച്ചു എന്ന് പറഞ്ഞ പോലെ ഒന്നല്ല ഇപ്പൊ പിള്ളേര്. ഇപ്പൊ പിള്ളേര് ഇങ്ങനെ ഓരോ ഫാസ്റ്റ് ഫുഡും അതും ഇതൊക്കെയാണ് കഴിക്കുക. നിനക്ക് ഈ ലോകപരിചയതാണ് നീ അങ്ങനെ പറഞ്ഞു. അതൊക്കെ പിള്ളേര് അങ്ങനെ ഇങ്ങനെ കഴിക്കുക. അതൊക്കെ ശരിയാവായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേര് ഇതൊക്കെ തിന്നാ നൂതന മാസമല്ലേ. ആയിക്കോട്ടെ മോളെ, നമ്മളുടെയൊക്കെ ആരോഗ്യം കണ്ട നീ. നമ്മള് കഞ്ഞി പയറും കഴിച്ചതിന്റെ ആരോഗ്യം ഇത്. ഞാനൊന്നും പറയണില്ല മോളെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തള്ള പൊട്ടേ. അവള് പൊട്ടാന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ എന്റെ മോൻ 10 പ്രാവശ്യം പറയാം അവൾ പൊട്ടേന്ന്. അത് ഞാനോട് കിട്ടണ കല്യാണം കുറിച്ച് കെടുക്കുക. നീ നിന്റെ മരുമോളുടെ കാര്യങ്ങളൊക്കെ വിട്. നിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവൾക്ക് എങ്ങനെയുണ്ട് അവിടെ? അവൾക്ക് വല്ല അമ്മായിമ്മ പോരൊക്കെ ഉണ്ടടി അവിടെ. എന്റെ മോളുടെ കല്യാണം അത് മോളെ എന്തെങ്കിലും ആവട്ടെ. ഇവളോടെങ്ങനെ വന്നെങ്കിലും കൂടി അതിന്റെ കാര്യത്തിൽ എനിക്ക് സമാധാനം. ഞാൻ പണ്ട് ചെയ്ത എന്തെങ്കിലും പുണ്യായിരിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നുപോലത്തെ ഒരു മരുമോനാ എന്റെ മോളെ. ആ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കണ മോളെ. ഇന്ന് മിണ്ടരുതെന്ന് പറഞ്ഞ അന്ന് അവള് പറയാണ് ചേട്ടാ ഇന്ന് ചേട്ടാ ഒരാളോട് മിണ്ടരുതെന്ന് പറഞ്ഞ മിണ്ടില്ലവൻ. അത്ര നല്ല ചെക്കനാ മോളെ. വാഴച്ച വരയില് നിർത്തണം. അപ്പൊ അവിടെ തന്നി തള്ളിക്കില്ലടി ആരോഗ്യന്റെ അവളെ വീട്ടില് ഒരു മോനുള്ള. അവിടെ തന്തി തള്ളക്കുണ്ട്. തന്തിണ്ട് തള്ളിണ്ട് ചേട്ടണ്ട് അതൊക്കെ ഉണ്ട്. പെങ്ങളുണ്ട് അതൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ഇവിടെ ചെന്ന് കയറി 1 മാസം കഴിഞ്ഞപ്പോ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ വീട്ടിലത്തെ സാധനങ്ങളുടെ ഇതൊക്കെ പിന്നെ ഇവളുടെ കയ്യിലായി മേടിക്കലും ഒക്കെ.
അപ്പൊ ഇവിടെ അരി അളന്ന് കൊടുത്താലാ അവിടെ അരി അടപ്പത്തിടാൻ പറ്റുള്ളൂ മോളെ. അങ്ങനെയൊക്കെ ആക്കി ഇവള്. ഇപ്പൊ തന്തയ്ക്ക് അവിടുത്തെ തന്തയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇറച്ചി മീൻ വേണം. ഇതെങ്ങനെ നടക്കും? ഇതൊക്കെ ഈ ചെക്കൻ്റെ വരുമാനത്തിൽ നടക്കണ്ടേ? അവള് പറഞ്ഞു ഇത് പറ്റില്ല ഇവിടെ എന്ന് പറഞ്ഞു. പിന്നെ തള്ളയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചി മീനൊന്നും വേണ്ട, അതിന് ഇത്തിരി കഞ്ഞിമാരുണ്ടായാൽ മതി. അപ്പൊ അത് കാരണം അത് കുഴപ്പമില്ല. ഇത് നടക്കില്ല, എൻ്റെ ചേട്ടൻ്റെ വരുമാനത്തിൽ ഇത് നടക്കില്ല എന്നാണ് പറഞ്ഞു. തന്ത വേഗം മൂത്തമ്മൻ്റെ അടുക്കി പോയി. തന്തപ്പോ അവിടെയാണ്. അപ്പൊ അവിടുത്തെ അമ്മയെ കൊണ്ട് വലിയ കുഴപ്പമില്ലല്ലേ? അവളുടെ അമ്മയെ കൊണ്ട് അത് കുഴപ്പമില്ലല്ലേ? അമ്മയെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അമ്മ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് വീട്ടിലത്തെ പണിയൊക്കെ നമ്മളെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അവൾക്ക് അമ്മയെ കൊണ്ട്. പിന്നെ അതിന് അവളല്ലടി കുടുംബം നടത്തുന്നത്. ശമ്പളം കിട്ടിയ അവളുടെ കയ്യിലെ കൊണ്ടു കൊടുക്കണേ. 1 രൂപ അവർക്ക് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കണം മോളെ, അല്ലാണ്ടൊന്നും കിട്ടില്ല. ഇപ്പൊ എന്തിന് എന്തെങ്കിലും ഇപ്പൊ ഒരു മോളോടേക്ക് പോണെങ്കിൽ ഒരു ബസ് കാശ് 10 രൂപ ആണെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് കിട്ടിയാലോ അതല്ലെങ്കിൽ പോകാൻ പറ്റുള്ളൂ. അതെന്താണൊന്നും പറഞ്ഞു. അതൊക്കെ ഉണ്ട് ഈ പെൺകുട്ടികളെ മിടുക്ക്. അങ്ങനെ വേണടി അവനാന്ന് വെച്ചാൽ അതിന് ഓക്കെ. അല്ലടിയ അപ്പൊ നിന്റെ മോള് ഈ നോൺ വെജും കാര്യങ്ങളൊന്നും കഴിക്കില്ലേ? ഇവര് കഴിക്കും. ഇവര് ഇറച്ചി മീനൊക്കെ കഴിക്കും. ഇവര് കഴിക്കേണ്ടി വരുമ്പോ ഇവര് പുറത്ത് പോയിട്ട് കഴിക്കും. ഇപ്പോഴത്തെ പിള്ളേരല്ലടി. അവൻ നല്ല സ്നേഹമുള്ള ആൺകുട്ടിയണ്ടി. അവന് പെണ്ണ് പറയുന്നിടത്താണ് കാര്യം. മനസ്സിലായ? പെണ്ണ് പറയണത് മോശമല്ലെന്ന് അവന് മനസ്സിലായി. കാശ് കൊണ്ടുകൊടുക്കും. അവള് കാര്യങ്ങൾ നടത്തുന്നുണ്ട്, ചെലവും ചുരുക്കി ജീവിക്കുന്നുണ്ട്. അവ ആൺകുട്ടി അവൾക്ക് സുഖമാണ്. അതിനും പറ്റും. ഇവളോടെ ഉണ്ട് ഒരു പെങ്കോത്തൻ. അവളുടെ പിന്നാലെ നടക്കണം. അവളെ പാവാട വള്ളിയുമ്പോ തൂങ്ങി നടക്കണം. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ചെക്കന്മാരെ കണ്ടിട്ടുണ്ടോ? ശരി ശരി. ഇതാരൊരു പുതിയ ആള്? ഞാനിത് കണ്ടിട്ടില്ലല്ലോ. ഇതാണല്ലേ നിന്റെ മരുമോള്? അതിന് കേട്ടോ, ഞാൻ ഇപ്പൊ ചായ എടുക്കാവേ കേട്ടോ. അമ്മ സംസാരിക്കാമോ? ഞാൻ ചായ എടുക്കാം. നീയൊന്നും പതുക്കെ പറയടി, അവൾക്ക് കേൾക്കണ്ട. എന്ത് ചെയ്യാത്തല്ല. എന്താ അമ്മ? എന്താ എനിക്ക് പറയുന്നത്? അതൊന്നുമില്ലടി പൊന്നോ. അമ്മ പറയായിരുന്നു മോളെ കിട്ടിയതേ അമ്മയുടെ പുണ്യാന്ന് പറയായിരുന്നു. ഇത്രയും നല്ലൊരു മോളൊക്കെ കിട്ടിയില്ലേന്ന് അമ്മ പറഞ്ഞത് അവളോട്. മോള് പോയി ചായ വെച്ചോ? പാവം കൊച്ചിനൊക്കെ പറയുന്നു. ഇവിടെ ഇവളൊക്കെ അവിടെ ഒളിച്ച് നിന്ന് കേട്ടിട്ടുണ്ട്. അവളാ നാട്ടികർത്തലൊക്കെ എന്നൊക്കെ പറയില്ലടി. അതുപോലെ അവൾ അഭിനയിച്ചിട്ട് വന്നിട്ടടി. നമ്മൾ പറയുന്നപ്പോൾ അവൾ കേട്ടാവോ? അവളെ എന്തിന്റെ മുതലെന്നറിയാം. എൻ്റെ ചെക്കൻ വരുമ്പോഴേ ഇതിന്റെ ഇരട്ടി കയറ്റി കൊടുക്കും. ഇവൾക്കൊരു മാറ്റില്ല ദൈവമേ. ഇനി മാറാത്ത ആൾക്കാരുണ്ടാവും ഈശ്വര. 2026 ഭഗവാനെ.